ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സ് ഇൻ ദുബായ്. ജൂൺ 3 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ദുബായിലെ അൽ നസർ ലേഷർ ലാൻഡിൽ. സുഖമോ ദേവി. ദേവിയെ മുരളിയുടെ ഭാര്യയായി സിദ്ധാർത്ഥിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ തന്ത്രം മെനയുകയാണ് പ്രഭാവതി. അല്ല, അവര് രണ്ടുപേരും കൂടി ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ ഇതുവരെ. സിദ്ധുവിനെ വന്നൊന്ന് കാണേണ്ടതല്ലേ? സിദ്ധു അതൊരു തവണ സൂചിപ്പിക്കുകയും ചെയ്തു. സാറിനെ അവൻ വന്നൊന്ന് കാണാത്തത് വലിയ തെറ്റാ. സാരമില്ല, ഇന്ന് വൈകിട്ട് അവരെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞുവിട്. കമ്പനിയിൽ നരേന്ദ്രൻ ചെയ്ത വെട്ടിപ്പുകളെ കുറിച്ച് മേനോൻ വിശദമായി നന്ദനോട് പറയുന്നു. ഇതിപ്പോ 3 ലോഡ് സിമന്റ് ആണ് വാനിഷ് ആയിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് അതൊരു വലിയൊരു എമൗണ്ട് ആണ്. ഇക്കാര്യത്തില് ആളിയനെ ഫേവർ ചെയ്ത് സംസാരിക്കരുതെന്ന അമ്മ പറഞ്ഞത്. സ്ട്രോങ് ഡിസിഷൻ സാർ എടുക്കട്ടെ തന്നെ അമ്മയുടെ തീരുമാനം. ചന്ദ്രോത്ത് തറവാട്ടിലേക്ക് മുരളിയെയും ദേവിയെയും പ്രഭാവതി ക്ഷണിച്ച കാര്യം ഭാർഗവി ഇരുവരോടും പറയുന്നു. നിന്നോട് പറഞ്ഞത് കേട്ടല്ലോ, രണ്ടുപേരും കൂടി ഇന്ന് സാറിനെ പോയി ഒന്ന് കാണണം. അങ്കിൾ ഇപ്പൊ റെസ്റ്റിലല്ലേ, അത് കഴിഞ്ഞിട്ടൊക്കെ പോവാം. മുരളിക്കൊപ്പം ചന്ദ്രോത്തേക്ക് പോകാൻ ദേവി മടിക്കുന്നു. ആദ്യമായി ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത് നന്ദോന്റെ കൂടെയല്ലേ? അതോർക്കുമ്പോ അതിന് എനിക്ക് കഴിയോ? ചന്ദ്രോത്ത് വീട്ടിൽ നന്ദനോടൊപ്പം വലതുകാൽ വെച്ച് കയറേണ്ട ദേവി മുരളിയോടൊപ്പം ചന്ദ്രോത്ത് വീടിന് മുൻപിൽ നിൽക്കുന്നു. തുടർന്ന് കാണുക. ആഹാ, എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഞാൻ പറഞ്ഞാലേ അകത്തേക്ക് കയറൂ. വലതുകാല് വെച്ച് തന്നെ കേറിക്കോ. ആദ്യമായിട്ട് വരുന്നതല്ലേ, പക്ഷെ നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കേറുവാ. ഇരിക്ക്. നീ സാധാരണ വരുന്ന പോലെയല്ല, ഭാര്യയായിട്ട് ആദ്യം വരുന്നതാ. ഇരിക്കടാ. നീ ഇരിക്കുന്നില്ലേ? ഇരിക്കടാ. മോളൊന്ന് എഴുന്നേറ്റേ. അങ്ങോട്ടിരിക്കെ. സിദ്ധു വരുമ്പോ നിങ്ങളെ കാണാൻ സൗകര്യം ഇവിടെ ഇരിക്കുന്നതാ. വാ. ഇരിക്ക്. നിങ്ങൾ വൈകുന്നേരം വരുമെന്നാ ഭാർഗവി പറഞ്ഞത്. ആ സമയത്ത് നന്ദനും ഇവിടെ കാണുമായിരുന്നു. നിങ്ങൾ വരുമ്പോ അവനും കൂടി വേണമായിരുന്നല്ലോ ഇവിടെ.
നിങ്ങൾ എന്നാ ഇവളുടെ വീട്ടിലേക്ക് പോകുന്നേ? അത് തീരുമാനിച്ചിട്ടില്ല ആന്റി. ഞാൻ സിദ്ധുവിനെ വിളിക്കാം. ദേവികയായിരുന്നു. നന്ദന്റെ കൂടെ ഈ വീട്ടിലേക്ക് വന്ന് കയറേണ്ട ആളാ ദേവിക. അങ്കിള് വരുമ്പോ എന്റെ കൂടെ ഇരിക്കുന്നത് കാണണ്ട. ഞാൻ അമ്മയുടെ അടുത്തുണ്ടാവും. ഇരിക്ക. ആ അമ്മേ. നീ എവിടാ? ഓഫീസിലാണോ? അല്ല, ഞാൻ സൈറ്റിലാ. ആ, അതിവിടെ അടുത്തല്ലേ. നീ ഇങ്ങോട്ടൊന്ന് വാ. എന്താ പെട്ടെന്ന്? അതൊക്കെ വന്നിട്ട് പറയാം. അമ്മേ. ഓ, എന്നെക്കാൾ സീനിയറാണ്, സമ്മതിച്ചു. പക്ഷെ കഴിവും കൂടെ വേണ്ടേ? അതൊക്കെ ജോണേട്ടൻ വെറുതെ പറഞ്ഞു നടക്കുന്നതാ. ഉണ്ട്, ഡൽഹിയിൽ ചരട് വലി നടത്തിയിട്ടുണ്ട്. ഞാനായിട്ടൊന്നും ചെയ്യാൻ പോയിട്ടില്ല. അതെ ബലരാമന, അത് രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. മീറ്റിംഗ് കഴിഞ്ഞ് CM ഇവിടെ വന്നപ്പോഴും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ നിലപാട് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും പറയാനില്ല. ആ, ദേ മുരളിയും ഭാര്യയും വന്നിട്ടുണ്ട് സിദ്ധുവിനെ കാണാനാ. എന്താ? ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് അവരോട് പറ. പിന്നെ ഞാൻ അവരെ കണ്ടോളാം. താൻ സംസാരിച്ചാ മതി. ആ കുട്ടിയെ ഞാൻ നേരത്തെ കണ്ടതാ. അവര് സിദ്ധുവിനെ കാണാനാ വന്നത്. താൻ അവരെ വിളിച്ചു വരുത്തിയതാണോ? അല്ല, അവര് രണ്ടുപേരും വന്ന് സിദ്ധുവിനെ കാണേണ്ടതല്ലേ. ഭാർഗവി അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അപ്പൊ അവര് സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല. സിദ്ധു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവന് സിദ്ധുവിനെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ നേരത്തെ ഇങ്ങോട്ട് വരാതിരുന്നത്. അവന് ഇങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാണാൻ വന്നവരെ ഒന്ന് കാണുന്നതിൽ എന്താ ഇത്രയ്ക്കൊരു ബുദ്ധിമുട്ട്? വന്നേ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയിക്കോ. വാ സിദ്ധു. മുരളി എവിടെ? അമ്മയുടെ അടുത്തോട്ട് പോയിരിക്കുക. ഇരിക്കടാ. നിങ്ങൾ രണ്ടാളും അങ്ങോട്ട് ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്താ കുട്ടിയുടെ പേര്? ദേവിക. എന്തായാലും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു. നാട്ടുകാരറിഞ്ഞ് വിവാഹം നടത്താതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഭാർഗവയ്ക്ക് വലിയ സങ്കടമുണ്ട്. എല്ലാവരെയും അറിയിച്ച് നമുക്കിവരുടെ വിവാഹം ഒന്ന് നടത്തണ്ടേ സിദ്ധു?
എന്താ സിദ്ധുവിന്റെ അഭിപ്രായം? അല്ല അത് ആ, സിദ്ധു ഇവിടെ ഇരുന്നോ, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. എനിക്കാണെങ്കിൽ ഞാനിത്തിരി തിരക്കാണെന്ന് പറഞ്ഞാൽ മതി. ശരി. ദേവികയ്ക്ക് അറിയോ, ഇപ്രാവശ്യം അങ്കിള് നല്ല ഭൂരിപക്ഷത്തോടെയാ ജയിച്ചത്. ആരെന്ത് പറഞ്ഞാലും പാർട്ടി ഏതെന്ന് നോക്കാതെ സഹായിക്കും. അതുകൊണ്ടാ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. ഇത്തവണ മന്ത്രിയാ. ദേവിക, അങ്കിളിന്റെ അനുഗ്രഹം മേടിക്കാം. ചെല്ല്. ആ, നീ എന്താ അവിടെ തന്നെ നിന്ന്? മുരളിയും ഭാര്യയും കണ്ടില്ലേ? ദേ, അലക്സ വിളിച്ചത്. പെട്ടെന്ന് JP വിളിക്കാൻ പറഞ്ഞു, അർജന്റ് ആണെന്ന് പറഞ്ഞു. ആ അമ്മ എന്തിനാ വരാൻ പറഞ്ഞത്? ഇവരെ സിദ്ധുവിനെ കാണാൻ വന്നതാ. മുരളിയുടെ ഭാര്യയെ സിദ്ധു കണ്ടിട്ടില്ലല്ലോ. ഭാര്യയും ഭർത്താവും കൂടി ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ നീയും ഇവിടെ വേണ്ടതല്ലേ? അതിനാ ഇവര് വന്ന ഉടനെ നിന്നെ വിളിച്ചത്. നിങ്ങൾ വാ. അല്ല, നീന് സൈറ്റിലേക്ക് പോകുന്നില്ലേ? ഇല്ല. നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ? നീ എന്തിനാ ദേവി ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എടാ, ഞങ്ങൾ ഇങ്ങോട്ട് നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ. ആര്?
അമ്മ എന്തിന്? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അങ്കിളിനെ പോയി കണ്ടില്ലെന്നും പോയി കാണണമെന്നും പറഞ്ഞ് അമ്മയുടെ നിർബന്ധം. ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടൊന്നും സമ്മതിച്ചില്ല. നന്ദന്റെ അമ്മയാ മുരളേട്ടൻ്റെ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എങ്ങനെ? ഞങ്ങൾ രണ്ടുപേരും കൂടി നന്ദന്റെ അച്ഛനെ വന്ന് കാണാത്ത എന്താന്ന്. എടാ, അമ്മ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഏയ്, ആന്റി എങ്ങനെ അറിയാനാ? അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിക ഈ വീട്ടിൽ കാലുകുത്താൻ സമ്മതിക്കും. എടാ, ദേവികയോട് ഇങ്ങനെയായിരിക്കും ആന്റി പെരുമാറുന്നത്. ഒരല്പം പോലും ദേഷ്യം ദേവികയോട് കാണിക്കുന്നില്ല. സാധാരണ ഒരു കാര്യം പോലെ ആന്റി അമ്മയോട് പറഞ്ഞതാവാം. അങ്ങനെ ആയിരിക്കുമല്ലേ? അങ്ങനെ ആവാനേ വഴിയുള്ളൂ. എന്തായാലും അച്ഛന്റെ അനുഗ്രഹം വാങ്ങിയത് നന്നായി. നമ്മുടെ കാര്യം പറയുമ്പോ അച്ഛൻ എന്തായാലും ഇക്കാര്യം ഓർക്കും. മുരളേട്ടൻ പറഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. മനസ്സിലാകെ പേടിയായിരുന്നു എന്തേലും പറയുമോന്ന്. അച്ഛൻ ആരെയും വേദനിപ്പിക്കില്ല, അങ്ങനെ വഴക്ക് പറയുകയില്ല. എത്ര ദേഷ്യമുണ്ടെങ്കിലും സ്നേഹത്തോടെ കാര്യം പറയും. അതുകൊണ്ടാ അച്ഛനോട് പറയാൻ ഞാൻ കാത്തിരിക്കുന്നേ. എടാ, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ വെച്ച് അങ്കിളിനോട് ഇക്കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഈസിയായിട്ട് പറയായിരുന്നു. അതിപ്പോ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലല്ലോ. എനിക്ക് ദേവിയോട് സ്വസ്ഥമായി കുറച്ചേരം സംസാരിക്കാനുള്ള അവസരം പോലും കിട്ടുന്നില്ല. ഒരുമി ചേച്ചി, നീ വന്നോ? ഏട്ടനും ഏട്ടത്തി എവിടെ? ഇവിടെ കാണുന്നില്ലല്ലോ. അവരെ ചന്ദ്രത്ത് പോയിരിക്കാം. ആഹാ, രണ്ടുപേരും പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയോ? അമ്മ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടെ രണ്ടാളും അങ്കിളിനെ പോയി കണ്ടൊന്നുമില്ലല്ലോ, അതിന്. നന്നായി. കൊറേ നേരമായി പോയിട്ട്. നന്ദേട്ടൻ കാണുമായിരിക്കും, അതാ താമസിക്കുന്നേ. ഏയ്, കാണും തോന്നുന്നില്ല. നന്ദേട്ടൻ ഇന്ന് മുതലേ അവരുടെ കമ്പനി പോയി തുടങ്ങി. ഒരുമിച്ച് നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഇന്നിന് മുരളേട്ടനെ ഓട്ടത്തിന് വിടണ്ട. എന്താ കാര്യം? രണ്ടുപേരും ഒരുമിച്ച് പുറത്തോട്ടൊക്കെ പോയി ഇപ്പൊ സന്തോഷത്തിലായിരിക്കുമല്ലോ. ആയിരിക്കും. നമുക്ക് ഈ സന്തോഷം ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചാലോ? എങ്ങനെ? അതൊക്കെ സെറ്റാക്കാം. ചേച്ചി ഒന്ന് പെട്ടെന്ന് വാ. ഭാർഗവി, എന്താ കുഞ്ഞെ? നന്ദന് ചായ വേണോന്നൊന്ന് ചോദിക്കേ. ഓഫീസിൽ പോയിട്ട് വന്നോ? അവൻ വന്നിട്ട് കുറെ നേരമായി. സൈറ്റിലൊക്കെ പോയിട്ടാ വന്നത്. നല്ല ക്ഷീണമുണ്ട് അവന്. ഒന്ന് ഫ്രഷ് ആയി റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. അല്ല, മുരളിയും പെണ്ണും പോയോ? ഇല്ല, അവന്റെ മുറിയിലുണ്ട്. അവർ രണ്ടുപേരും കൂടി എന്തിനാ നന്ദുമോനെ ശല്യം ചെയ്യാനിരിക്കണേ? ദേവി വിഷമിക്കണ്ട, ശാരികയുടെ കാര്യമൊക്കെ നമുക്ക് ഈസിയായി കൈകാര്യം ചെയ്യാം. അച്ഛനൊന്ന് വിളിച്ചു പറഞ്ഞ ആ കാർത്തികനെ തൂക്കിയെടുത്തോണ്ട് പോവും. ആദ്യം അച്ഛനോട് നമ്മുടെ കാര്യം പറയാതെ ശാരികയുടെ കാര്യം പറയാൻ പറ്റുമോ? എല്ലാം ശരിയാവും. ഈ കാർത്തികനെ ഒതുക്കാൻ പെട്ടെന്ന് നമുക്കെന്താ ചെയ്യാൻ പറ്റുക? അതിപ്പോ നന്ദുമോനെ, മോന് ചായ എന്തെങ്കിലും വേണോ? ഇപ്പൊ വേണ്ട.
ഇവിടെ ഇങ്ങനെ കഥയും പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? ഓട്ടത്തിനൊന്നും പോണ്ടേ? പോവാ. അല്ല, നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ നിക്കണേ? അവര് കൂട്ടുകാരെന്തേലും പറഞ്ഞുകൊണ്ട് നിന്നോട്ടെ. നീ ഇങ്ങ് വന്നേ, വാ വന്നേ. സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങാൻ എന്ത് ബുദ്ധിമുട്ടാ. മര്യാദയ്ക്ക് ഇറങ്ങി നടക്കണി, തലകുത്തി താഴെ വീഴാതെ. നന്ദുമോന് ഇപ്പൊ ചായ വേണ്ടെന്ന് പറഞ്ഞു. ഓ, കുറച്ച് കഴിയുമ്പോ ഞാൻ കൊണ്ടു കൊടുത്തോളാം. ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വാടി. ജോലിയും കൂടെ ഒരുമിച്ച് ചെയ്ത് മനുഷ്യന് നടുകൂടിയാറായി. ആ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചേ. ആവശ്യമുള്ളപ്പോ ആ മീനാക്ഷി ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക പോലുമില്ല. ആ, ഇനി ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാൻ ഞാൻ. ആഹാ, നീ എന്താ ഇങ്ങനെ കുന്തം മിങ്ങിയ പോലെ നിക്കണത്? ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? പോയി കഴുകി വെക്കടി, കഴുകി വെക്കടി അങ്ങോട്ട്. അല്ല പിന്നെ നിനക്ക് അങ്ങനെ. ആ, ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മള് കാണുന്നില്ലാവോ? പാർട്ടിക്കാരുടെ കുത്തൊഴുക്കാം. വരുന്നവർക്കൊക്കെ ചായ, ഉച്ചയ്ക്കാണെങ്കിൽ ഊണ്. ഓ, പണിയെടുത്ത് മനുഷ്യന്റെ നടുകൂടിയാറായി. ഇടയ്ക്കൊക്കെ ഉമ്മ വന്നൊന്ന് സഹായിക്കുന്നതാ. പഠിക്കാൻ ഒരുപാടുണ്ടെന്നും പറഞ്ഞ് അവളിപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേയില്ല. ഓ, ആഹാ, ഭാർഗവിക്ക് സഹായത്തിന് പുതിയ ജോലിക്കാരിയൊക്കെ ആയല്ലോ. ഇതൊക്കെ ഒന്ന് കഴുകി വെക്കും മോളെന്ന് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. പറയേണ്ട താമസം, പണിയൊക്കെ അങ്ങ് തുടങ്ങി. ഇങ്ങനെ വേണം മരുമക്കള്. സഹായിക്കാനുള്ള മനസ്സുണ്ടല്ലോ. കുഞ്ഞിനെന്താ വേണ്ടത്? കുറച്ച് ചൂടുവെള്ളം എടുത്ത് സിദ്ധുവിന്റെ മേശപ്പുറത്തേക്ക് വെച്ചേക്കോട്ടെ.